Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ലാസ്റ്റ് വീക്കിൽ ഇതിൻ്റെ കട്ടിങ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഈ വീക്കിൽ നമ്മൾ ഇടുന്നത്. എങ്ങനെയാണ് നല്ല ഭംഗിയിലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാമേജുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല ഭംഗിയുള്ള യൂണിക്കായിട്ടുള്ളൊരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫൈനലി നമ്മുടെ ടോപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടുന്ന ആൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സാരി നല്ലൊരു യൂണിക് സാരിയാണ്. 3 പോർഷൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 പോർഷൻസും 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്കൊരു പോർഷൻ, ബാക്കിലേക്കൊരു പോർഷൻ, അതുപോലെ സ്ലീവ്സിലേക്കൊരു പോർഷനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാരി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആ വീനെക്കിൻ്റെ വൈഡായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് വീണ്ടും ഈ സ്ട്രൈറ്റ് ലൈൻസ് വരുന്നതായ പീസ് തന്നെ നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് ആക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു ടോപ്പാണ്. അതിൻ്റെ ഹൈലൈറ്റായിട്ട് വരുന്നത് സ്ലീവും നെക്കുമാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ യൂണിക്കായിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ഓരോ വീഡിയോയിലും ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നെക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് വൈഡായിട്ടുള്ള വീയും നടുക്കൊരു പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഷോൾഡേഴ്സും ജോയിൻ ചെയ്യാണ്. ബാക്കിൽ നമ്മൾ നോർമലായിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ലൈനിങ് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മുടെ ഷോൾഡേഴ്സ് എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. സ്ലീവ്സിൻ്റെയും നമ്മളൊരു യൂണിക്കായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ്സിൻ്റെ പോർഷൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഷോൾഡറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യേ വേണ്ടു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈനും നെക്കിൻ്റെ ഡിസൈനും ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ ഒരു വി ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ജോയിൻ ചെയ്ത് നമ്മുടെ സൈഡ് ജോയിൻ ചെയ്ത് സ്ലിറ്റ്സും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റേഡ് ആയിട്ടുള്ള വി നെക്ക് വരുന്നതായ പാച്ച് വർക്ക് വരുന്നതായ അടിപൊളി ടോപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എപ്പോഴും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അത് ആ പ്ലീറ്റ്സ് വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റബിളായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പുതിയ മോഡലാണ്, യൂണിക്കായിട്ടുള്ള മോഡലാണ്. അത് നമ്മൾ സാരി കൊണ്ടാണ് അടിപൊളിയായിട്ട് റീയൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടിപൊളി ഐറ്റമായിട്ട് കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.